നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ മെയിൽ ഐ ഡി പല സ്ഥലത്തും ലോഗിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ആപ്പുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾക്ക് വേണ്ടിയോ ഒക്കെ നമ്മൾ ഓരോ സ്ഥലത്തും നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കും. പലപ്പോഴും നമ്മളത് ഓർക്കുക പോലും ഇല്ല നമ്മൾ എവിടെയൊക്കെ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് എന്ന്. നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് നമ്മൾ കോൺടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട്, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഫോട്ടോസുകൾ സേവ് ചെയ്യാറുണ്ട്. ഇതൊക്കെ കാരണം നമ്മുടെ മെയിൽ ഐ ഡി നമ്മളറിയാതെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് അവർക്ക് നിങ്ങളുടെ കോൺടാക്റ്റും നിങ്ങളുടെ ഗാലറി പെർമിഷനും നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി കൃത്യമായിട്ട് എവിടേക്ക് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുന്ന ചെറിയൊരു ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസുകൾ കാണും. ഇവിടെ വലതു ഭാഗത്ത് ഓൾ സർവീസസ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. കണക്റ്റഡ് ആപ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കണക്റ്റഡ് ആപ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ ഏറ്റവും മുകളിൽ തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസ്. നമ്മൾ ഏതൊക്കെ തേർഡ് പാർട്ടി ആപ്പുകൾക്കും അത് മറ്റ് സർവീസുകൾ അതായത് വെബ്സൈറ്റുകൾക്കൊക്കെ മെയിൽ ഐ ഡി കൊടുത്ത ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണാൻ മുകളിലായിട്ട് കീപ് ട്രാക്ക് ഓഫ് യുവർ കണക്ഷൻസ്. നമ്മളുടെ കണക്ഷൻസ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 17 ടോട്ടൽ ആപ്സ് ആൻഡ് സർവീസ്. 17 സ്ഥലത്ത് ആപ്പും അതുപോലത്തെ മറ്റ് സർവീസുകൾ വെബ്സൈറ്റുകൾ പോലുള്ള സർവീസുകൾക്ക് വേണ്ടി 17 സ്ഥലത്ത് എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെന്ന് കാണും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഒരുപാട് ആപ്പുകൾ ഞാൻ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച് ഒഴിവാക്കിയ ആപ്പുകൾ വരെ ഇതിനകത്ത് കാണാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡികളാണ്, മെയിൽ ഐ ഡി കൊടുത്ത ആപ്പുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് ആപ്പാണ് നിങ്ങൾക്ക് വേണ്ടാത്തത് ആ ഒരു ആപ്പ് ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വെബ്സൈറ്റാണ് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ കാണാം മുകളിലത്ത് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ മുകളിൽ കാണാം. താഴെ സി ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ വായിച്ച് നോക്കിയാൽ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് 2025 നവംബർ 7 വരെ ഇത് ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചാണ്. 2025 നവംബറിലും ഇത് നമ്മുടെ ഡാറ്റകൾ ആക്സസ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഞാൻ ഈ ആപ്പിൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഉപയോഗിച്ചായിട്ട് ഓർക്കുന്നില്ല. കാരണം നമുക്ക് ഏതോ ആവശ്യത്തിന് വേണ്ടി ഏതോ സമയത്ത് ഞാൻ ഉപയോഗിച്ച ആപ്പാണ്. അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോപ്പ് യൂസിങ് സൈൻ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഇവിടെ താഴെ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിന് നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിന് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു ആപ്പ് എന്നുള്ള എല്ലാ സർവീസും ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ആപ്പ് നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തതിനും രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ താഴെ കാണാം ഡിലീറ്റ് ഓൾ കണക്ഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് ദ കണക്ഷൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് ഇനി നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ആപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ബന്ധവും ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും, കാണാൻ സാധിക്കും. അത്ര ആപ്പ് ഇപ്പോൾ നേരത്തെ 17 കണ്ടത് ഇപ്പോൾ 15 മാറി. 2 ആപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളറിയാത്ത, നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ എവിടേക്ക് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ വെച്ച് കാണാൻ സാധിക്കുകയും നിങ്ങളുടെ ഫോണിനകത്തുള്ള സെക്യൂരിറ്റി നിങ്ങൾക്ക് കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.